നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ താപനത്തിന്റെ ആവേശത്തിൽ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ആകെ 1,94,706 വോട്ടർമാർ. റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കടകളടച്ചിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ. 2 മാസത്തെ കുടിശ്ശികയായ കമ്മീഷൻ അനുവദിക്കണമെന്നും വേതനം പരിഷ്കരിക്കണമെന്നും പ്രധാന ആവശ്യം. കുന്നംകുളത്ത് കടന്നലുകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. കടന്നൽ കുത്തേറ്റ ഒരാളുടെ നില ഗുരുതരം. സംഭവം കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ. കുന്നംകുളം പാറയമ്പാടത്ത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് 3 തീർത്ഥാടകർക്ക് പരിക്ക്. ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പാലക്കാട് മുന്നോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ദീർഘദൂര വണ്ടികൾ പലതും ഷൊർണൂരിൽ സ്പർശിക്കാത്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സത്വര നടപടി അനിവാര്യമെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ആവേശകരമായ രാഷ്ട്രീയ താപനത്തിന് സാക്ഷ്യം വഹിച്ച പാലക്കാട് ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. നവംബർ 20 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ആകാംക്ഷയുടെയും ആവേശത്തിന്റെയും മുൾമുനയിലാണ്. ബുധനാഴ്ച മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുക. ഇതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. 2,306 പേർ 85 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരും 780 വോട്ടർമാർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. 2,445 കന്നി വോട്ടർമാരും 229 പ്രവാസി വോട്ടർമാരുമുണ്ട്. ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 5:30 മോക്കോൾ ആരംഭിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വെച്ച് നടന്നു. സ്ട്രോങ് റൂം പ്രവർത്തിക്കുന്ന വിക്ടോറിയ കോളേജ് തന്നെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായി പ്രവർത്തിച്ചത്. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. 20 രാത്രി തന്നെ കോളേജിലെ ന്യൂ തമിഴ് ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലേക്ക് ഇവ മാറ്റും. 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 184 ബൂത്തുകളിലായി പോളിംഗ് നടക്കും. 180 ബൂത്തുകൾക്ക് പുറമെ 4 ഓക്സിലറി ബൂത്തുകളടക്കമാണ് 184 ബൂത്തുകൾ. 1,500-ൽ കൂടുതൽ വോട്ടർമാരുള്ള ഇടമാണ് ഓക്സിലറി ബൂത്തുകളായി തയ്യാറാക്കിയിട്ടുള്ളത്. വനിതാ ഉദ്യോഗസ്ഥർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് ബൂത്തും അംഗപരിമിതർ നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് ബൂത്തും 9 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും മണ്ഡലത്തിലുണ്ടാകും. പോളിംഗ് ബൂത്തുകളിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. സമ്പൂർണ്ണ ഹരിതചട്ടം പാലിച്ചാണ് പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് റിസർവ് അടക്കം 220 വീതം ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും 239 വിവിപാറ്റ് യൂണിറ്റുകളുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കാനായി ബെല്ലിൽ നിന്നുള്ള 2 എഞ്ചിനീയർമാരും പാലക്കാട്ടെത്തിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ് കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് വെബ് കാസ്റ്റിംഗ്. സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ ബൂത്തുകളിൽ നിന്നുള്ള വെബ് കാസ്റ്റിംഗ് സൂക്ഷ്മമായി നിരീക്ഷിക്കും. ജില്ലാ കളക്ടറുടെയും ADMന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളോടെയാണ് വെബ് കാസ്റ്റിംഗ് നിരീക്ഷണം. പോളിംഗ് ദിനത്തിൽ രാവിലെ 5 മണി മുതൽ പോളിംഗ് അവസാനിച്ച് ബൂത്തിലെ പ്രവർത്തനം അവസാനിക്കുന്നതുവരെ 184 ബൂത്തിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. മണ്ഡലത്തിൽ 7 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 58ഓളം ബൂത്തുകൾ പ്രശ്ന സാധ്യതാ പട്ടികയിലുമുണ്ട്. ഇത്തരം ബൂത്തുകളിൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ സുരക്ഷ ഒരുക്കിയതായി വരണാധികാരി അറിയിച്ചു. ശക്തമായ പ്രചരണാവേശം നിറഞ്ഞുനിന്ന പാലക്കാട് മണ്ഡലം ഇനി വിധി എഴുതുകയാണ്. പ്രചരണ രംഗത്തുണ്ടായ വാശിയും ആവേശവും പോളിംഗിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധ ധർണ. പാലക്കാട്ട് ധർണാ സമരം AKRRDA ജില്ലാ ജനറൽ സെക്രട്ടറി A. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ അനുവദിക്കണമെന്നാണ് മുഖ്യ ആവശ്യം. മന്ത്രിയുടെ പ്രസ്താവന എന്താണ്? തോട്ടക്കടയിൽ പോയി വാങ്ങിക്കാമെന്നതല്ല. അങ്ങനെയല്ലല്ലോ. ഇത്രയും കുടുംബങ്ങൾ 95 ലക്ഷം കുടുംബങ്ങൾക്ക് ഞങ്ങൾ അരി വിതരണം ചെയ്യുന്ന 3.5 കോടി ആനുകൂല്യം, 3.5 കോടിയോളം വരുന്ന അംഗങ്ങൾക്കുള്ള ആനുകൂല്യം നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കേരളത്തിലെ മുഴുവൻ താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച് നമ്മൾ ഇതുപോലുള്ള ധർണാ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരം വിജയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം ഞങ്ങളുടെ ആനുകൂല്യം 2 മാസത്തെ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ അനുവദിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, വാതിൽപ്പടി വിതരണം സുഗമമാക്കുക, കുടിശ്ശികയുള്ള കിറ്റ് കമ്മീഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. ആവശ്യങ്ങളിൽ സത്വര നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരം ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് റേഷൻ വ്യാപാരികളുടെ ഏകോപന സമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട്ടെ സമരത്തിൽ താലൂക്ക് പ്രസിഡന്റ് VP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ H. റാഫി, PM അബ്ദുൽ നാസർ, S. ഗണേശൻ, സിറാജുദ്ദീൻ വടവനൂർ, V. കൃഷ്ണനുണ്ണി, M. രവീന്ദ്രൻ, നവാസ് മങ്കര, R. രാധിക, R. രജിത, സജിത്ത്, ഫിറോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് 5 പേർക്ക് കടുന്നൽ കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിലാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോപ്പിലായിരുന്നു കടുന്നൽക്കൂട്. ഉച്ചയോടെയാണ് ആദ്യ ആക്രമണമുണ്ടായത്. പ്രദേശവാസിയായ 66 വയസ്സുള്ള റോയിക്കാണ് തെങ്ങിൻ തോപ്പിന് സമീപത്തെ റോഡിൽ വെച്ച് കടുന്നൽ കുത്തേറ്റത്. ഇയാൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. പ്രദേശവാസികളായ 66 വയസ്സുള്ള ജോബിരാജ്, 49 വയസ്സുള്ള സുനീതൻ, 27 വയസ്സുള്ള സുമൻ രാജ്, 66 വയസ്സുള്ള ധർമ്മപാലൻ എന്നിവർക്കും ചൊവ്വാഴ്ച കടുന്നൽ കുത്തേറ്റു. പരിക്കേറ്റവർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവരമറിഞ്ഞെത്തിയ കുന്നംകുളം നഗരസഭാ കൗൺസിലർ ബീന രവി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയറും സ്നേക്ക് ക്യാച്ചറുമായ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാത്രി കടുന്നൽക്കൂട് നശിപ്പിക്കാനാണ് തീരുമാനം. ഫീൽഡ് നഗർ ഭാഗത്താണ് ഇങ്ങനെ ഒരു കാട്ടുകടന്നല് ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 2-3 ആളുകൾ തന്നെ കുത്തേറ്റതിൻ്റെ ഫലമായിട്ട് 3 ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ബാക്കി കുറച്ച് ആളുകൾക്ക് നാട്ടിലും കുത്തേറ്റുകൊണ്ട് വഴിയിൽ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ അത് നമ്മൾ ഫയർഫോഴ്സിലെ അറിയിക്കുകയും അവിടുന്ന് ഫയർഫോഴ്സിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ അത് നശിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന്. 1-2 ആൾക്കാർക്ക് അതീവ ഗുരുതരമായുള്ള കുത്തേറ്റിട്ടുണ്ട്. ഒരാൾ ICUവിലാണ്. 1-2 പേര് പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാക്കി ഞാൻ ആ ഏരിയ കണ്ടു, അത് ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 63ാമത് പറളി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര പിന്നണി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ പ്രണവം ശശി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്നേഹം വന്നാൽ മധുരത്തേന് വീഞ്ഞായിട്ടൂറും നന്ദിച്ചാറ് തോറും കൊണ്ടാൽ അകമേലുണ്ടാൽ വേറാറും വേണ്ടിയില്ലമ്മാരെ ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. 63ാമത് പറളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. ഉപജില്ലയിലെ 53 സ്കൂളുകളിൽ നിന്നായി 5000-ലധികം വിദ്യാർത്ഥികളാണ് 3 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. 15 വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.
കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പലും ഉപജില്ലാ കലോത്സവത്തിന്റെ ജനറൽ കൺവീനറുമായ പി രേണുക അധ്യക്ഷയായി. പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദു, പറളി BPC A മജീദ്, അധ്യാപക സംഘടനാ പ്രതിനിധികളായ K മനോജ്, P പ്രമോദ് ചന്ദ്രൻ, PS അച്യുതാനന്ദൻ, PTA പ്രസിഡന്റ് KC കിഷോർ കുമാർ, സ്കൂൾ മാനേജർ ബാലസുബ്രഹ്മണ്യൻ, പറളി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക TV ജ്യോതി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ K ശ്രീവത്സൻ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ PP റിയാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുന്നംകുളം പാറയമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു. അപകടത്തിൽ 3 അയ്യപ്പ ഭക്തർക്ക് നിസ്സാര പരിക്കേറ്റു. പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. കർണാടക തുങ്കൂർ സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പലാവ് ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലുണ്ടായിരുന്ന ഹമ്പുകൾ ചാടിയതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാടത്തേക്ക് മറിയുകയായിരുന്നു. അപകട സമയത്ത് മിനി ബസ്സിൽ 20ഓളം അയ്യപ്പ ഭക്തരുണ്ടായിരുന്നു. ഇവരിൽ 3 പേർക്ക് കാലിന് നിസ്സാരമായി പരിക്കേറ്റു. അപകട വിവരമറിഞ്ഞ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ്, കുന്നംകുളം അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, റഫീഖ്, വിപിൻ, ഹരിക്കുട്ടൻ, സനൽ, അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. സംഭവസ്ഥലത്തു നിന്ന് മിനി ബസ് ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ വാനിന് പിറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. റോഡിൽ അശാസ്ത്രീയമായ ഡിവൈഡറുകൾ സ്ഥാപിച്ചതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കൈവരികളില്ല. അപകട ഭീഷണി ഉയർത്തി മങ്കര വെള്ളറോഡ് SBI ശാഖയ്ക്ക് സമീപമുള്ള മലമ്പുഴ പ്രധാന കനാൽ. കൈവരി സ്ഥാപിക്കാനുള്ള നടപടി ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പ്രധാന പാതയോട് ചേർന്നാണ് 15 മീറ്റർ താഴ്ചയുള്ള കനാലും കടന്നുപോകുന്നത്. കൂടാതെ ഇവിടെയുള്ള വളവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. അടിതെറ്റിയാൽ വാഹനം കനാലിലേക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. വെള്ളറോഡ് ജംഗ്ഷനിൽ നിന്ന് ബാങ്കിലേക്കും EMS കോളനി വഴി മങ്കര കാളികാവ് പ്രധാന റോഡിലേക്കുമുള്ള എളുപ്പ വഴിയാണ് ഈ കനാൽ പാത. പ്രതിദിനം 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. അപകട സാധ്യത ഏറെയുള്ളതിനാൽ വെള്ളറോഡ് ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ വരെ കൈവരി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. 100 മീറ്റർ ദൂരം വരെ കനാൽ 15 മീറ്ററോളം ആഴമുള്ള ഭാഗമാണ്. ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. മങ്കര പഞ്ചായത്തിലെ വളറോഡ് നിന്ന് EMS കോളനിയിലേക്ക് പോകുന്ന ഒരു കനാൽ റോഡുണ്ട്. അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കനാലും റോഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. റോഡ് വിട്ട് ഒരു ബൈക്ക് തന്നെ ഒന്ന് സ്കിഡായി റോഡ് വിട്ട് മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 15-20ഓളം അടിയുള്ള കനാലിലേക്ക് ആ ബൈക്കുകാരും കാൽനട യാത്രക്കാരും ഒക്കെ വീഴുന്നൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ നല്ല അപകടകരമായിട്ടുള്ള വളവുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റോഡിൽ നമ്മുടെ ഇറിഗേഷൻ വകുപ്പ്, മലമ്പുഴ കനാൽ കാട ഇറിഗേഷൻ വകുപ്പ് ബന്ധപ്പെട്ട അധികാരികൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ഒരു കൈവരി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളത് അവിടെ പൊതുജനങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപകടങ്ങൾ ഏത് നിമിഷവും പതിഞ്ഞു നിൽക്കുന്നതാണ്. കൂടുതൽ വാഹനങ്ങൾ, ബൈക്ക് യാത്രക്കാർ, ഓട്ടോറിക്ഷകൾ പോലെയുള്ള കൂടുതൽ വാഹനങ്ങൾ പോകുന്നതാണ്. അപകട വളവുകളുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു കൈവരികൾ നിർമ്മിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗർ ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പാലക്കാട് മുന്നോട്ട്. റെയിൽവേയിലെ ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ലോബിയുമാണ് റെയിൽവേ വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് 80 ട്രെയിനുകൾ ഷൊർണൂരിൽ പോകാതെയാണ് യാത്ര തുടരുന്നത്. ഇത്തരം ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ സൗകര്യമാണെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ദൂരം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ട്രെയിൻ യാത്രയുടെ ദൂരം കുറയ്ക്കാനാണ് ദീർഘദൂര ട്രെയിനുകളുടെ ഷൊർണൂർ വരെയുള്ള യാത്ര വെട്ടിക്കുറച്ചത്. എന്നാൽ യാത്രക്കാരുടെ സൗകര്യം പരിഗണിച്ച് സ്റ്റോപ്പ് അനുവദിച്ചില്ല.
ഷൊർണൂരിൽ പോവാത്ത ട്രെയിനുകൾക്ക് ഭാരതപ്പുഴ സ്റ്റോപ്പ് അനുവദിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. മലബാർ മേഖലയ്ക്ക്, പ്രത്യേകിച്ചും തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് വികസനം സാധ്യമാകണമെങ്കിൽ വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പും അടിസ്ഥാന സൗകര്യവും ആവശ്യമാണ്. നഗര സ്റ്റേഷനുകളോടനുബന്ധിച്ച് ബൈപ്പാസ് സ്റ്റേഷനുകൾ അനുവദിക്കുന്നത് റെയിൽവേ നടപ്പിലാക്കി വരുന്നതാണെങ്കിലും വള്ളത്തോൾ നഗറിനെ അവഗണിക്കുകയാണ്. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളും റെയിൽവേയും ശ്രദ്ധ ചെലുത്തണമെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഗേറ്റ് വേ സ്റ്റേഷനെ ഒഴിവാക്കിക്കൊണ്ട് ഈ 40 ട്രെയിനുകൾ പോകുന്ന 40 ട്രെയിനുകൾക്ക് ആക്സസിബിലിറ്റി കിട്ടണമെന്നുള്ളത് വിക്കിപീഡിയയിലുണ്ട്, നമ്മുടെ സ്റ്റേഷനിൽ പറയുന്നുണ്ട്. ഇതേ പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കങ്കനാടി. ഈ മംഗലാപുരം ഈ കൊങ്കൺ സെക്ടർ വന്നപ്പോൾ ഈ കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളൊന്നും മംഗലാപുരം സിറ്റിയിലേക്ക് പോകില്ല. അപ്പോൾ ഈ മംഗലാപുരം സിറ്റിക്ക് വേണ്ടിയിട്ടാണ് കങ്കനാടി സ്റ്റേഷൻ എന്നുള്ളത് കണക്റ്റിംഗ് സ്റ്റേഷനായിട്ട് വെച്ചിട്ടുള്ളത്. അതേമാതിരിയാണ് നേരത്തെ മറ്റേ കോയമ്പത്തൂർ ഭാഗത്തേക്ക് നമ്മുടെ ഈ മംഗലാപുരത്ത് ഈ ട്രെയിനുകളൊന്നും കോയമ്പത്തൂർ വഴിക്ക് പോയിരുന്നില്ല. അതിനാണ് നമ്മുടെ എന്താണ് ഇവിടെ ഈ പോത്തന്നൂര് ജംഗ്ഷൻ കൊടുത്തത്. അങ്ങനത്തെ സ്ഥലത്ത് റെയിൽവേ എല്ലാത്തിലും കൊടുക്കുന്നുണ്ട് സ്റ്റോപ്പ്. സെക്രട്ടറി വള്ളത്തോൾ മുരളീധരൻ, ഓമൽകുമാർ, ഗിരിജാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മണ്ണൂർ പഞ്ചായത്തിലെ പൊതുകുളം ഇന്ന് കൃത്യമായ പരിപാലനം പോലുമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മണ്ണൂർ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മങ്കര SF മന്ദിരത്തിന് സമീപത്തെ പൊതുകുളമാണ് കാട് മൂടി നശിക്കുന്നത്. കാലാകാലങ്ങളായി കുളം ശുചീകരിക്കാത്തതാണ് കുളത്തിന്റെ നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന ആക്ഷേപവുമുണ്ട്. 10 വർഷം മുൻപ് വരെ കുളിക്കാനായി ആളുകൾ വിദൂരങ്ങളിൽ നിന്ന് പോലും എത്തിയിരുന്നു. എന്നാൽ കാട് മൂടിയതോടെ കുളം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായി. സമീപത്തെ ഏക്കർ കണക്കിന് കൃഷിക്ക് പോലും ആശ്രയമായിരുന്നു ഈ പൊതുകുളം. 10 വർഷം മുൻപ് ഈ കുളം നീന്തൽ കുളമാക്കി വാർത്തെടുക്കാനുള്ള ശ്രമം മണ്ണൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. മണ്ണൂർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഈ കുളം ഇല്ലാതാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം ശുചീകരിച്ച് നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 15 വരെ നടക്കും. കേരളോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംഘാടക സമിതി യോഗത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, ബ്ലോക്ക് കോർഡിനേറ്റർ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരളോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച നടന്നു. നവംബർ 30 മുതൽ ഡിസംബർ 15 വരെയാണ് വിവിധ മത്സര ഇനങ്ങൾ സംഘടിപ്പിക്കുക. നവംബർ 20 മുതൽ 27 വരെ അപേക്ഷാ ഫോറങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്കിൽ സ്വീകരിക്കും. മത്സരാർത്ഥികൾ 2024 നവംബർ 1 15 വയസ്സ് പൂർത്തിയായവരാവണം. 40 വയസ്സ് പിന്നിട്ടവർക്ക് മത്സരിക്കാൻ കഴിയില്ല. അപേക്ഷയോടൊപ്പം ആധാർ കാർഡിൻ്റെ കോപ്പി, ഫോട്ടോ എന്നിവ സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ചൊടുവാലത്തോട് ശിവക്ഷേത്രത്തിൽ ചതുർദിന കഠോപനിഷത്ത് ജ്ഞാനയജ്ഞം ആരംഭിച്ചു. മേൽശാന്തി ശങ്കരനാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, അരുണ ദിവാകരൻ, പ്രഭാവതി ടീച്ചർ, രാജേഷ് പൊക്കണ്ടത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചുടുവാലത്തൂർ ശിവക്ഷേത്ര കമ്മിറ്റിയുടെയും നാരായണീയ സമിതിയുടെയും സഹകരണത്തോടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ഇന്റർനാഷണൽ ടീച്ചർ രാകേഷാണ് 4 ദിവസത്തെ കഠോപനിഷത്ത് ജ്ഞാനയജ്ഞം നയിക്കുന്നത്. 22-നാണ് സമാപനം. നിത്യേന രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് യജ്ഞം. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ താപനത്തിന്റെ ആവേശത്തിൽ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ആകെ 1,94,706 വോട്ടർമാർ. റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കടകളടച്ചിട്ട ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ. 2 മാസത്തെ കുടിശ്ശികയായ കമ്മീഷൻ അനുവദിക്കണമെന്നും വേതനം പരിഷ്കരിക്കണമെന്നും പ്രധാന ആവശ്യം. കുന്നംകുളത്ത് കടന്നലുകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. കടന്നൽ കുത്തേറ്റ ഒരാളുടെ നില ഗുരുതരം. സംഭവം കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ. കുന്നംകുളം പാറയമ്പാടത്ത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് 3 തീർത്ഥാടകർക്ക് പരിക്ക്. ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പാലക്കാട് മുന്നോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ദീർഘദൂര വണ്ടികൾ പലതും ഷൊർണൂരിൽ സ്പർശിക്കാത്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സത്വര നടപടി അനിവാര്യമെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ. നമസ്കാരം.